നമ്മൾ ഇന്നെത്തിയത് നമ്മുടെ സ്വന്തം പീച്ചിയാണ് ട്ടോ. പീച്ചി പീച്ചി അവൾ ഇന്നും മനോഹരിയാണ്. എന്താ രസം കാണാൻ. ആ പോകുന്ന ആ വഞ്ചി തന്നെ, നമ്മുടെ ദൂര ദൃശ്യം തന്നെ വളരെ 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 മനോഹരം. പീച്ചി അവൾ ഇന്നും സുന്ദരിയാണ്, സുശീലയാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഭംഗി, ഒരു നോക്കുമ്പോഴുള്ള ആ ഒരു മാസ്മരികത ഇന്നും പ്രകൃതി രമണീയമാണ്. വഞ്ചിയിൽ 2 പേർ ഇങ്ങനെ യാത്ര തുടരുകയാണ്. പീച്ചി ഡാമിലാണ് ഇന്നത്തെ ചെടികൾ കണ്ടിട്ടില്ലേ? ഇലച്ചെടികള്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ വളരെ പണ്ടൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരാറ്. ആ മനുഷ്യൻ നടന്നു വളരെ പല തരത്തില് മോഹൻലാൽ പറഞ്ഞ പോലെ സവാളഗിരി പല സൈസില് പല തരത്തില് ഇങ്ങനെ ഇലച്ചെടികൾ ഇങ്ങനെ സവാളഗിരിഗിരിയായിട്ട് നിൽക്കാണ്. കണ്ടില്ലേ അവിടെ? അങ്ങനെ കണ്ടാ? നിങ്ങൾ കാണാല്ലേ അവിടെയൊക്കെ? ഒരു ജാതി വെറൈറ്റി. നമ്മൾ ചില സമയത്ത് പ്രകൃതിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സൗന്ദര്യം മനസ്സിലാവുള്ളൂ. ഒരു ഇലയുടെ കളറ്, ഒരു ഇലയുടെ വ്യത്യാസം, അത് നമ്മള് അത്രയ്ക്കും അത് ആസ്വദിച്ചാലാണ് നമുക്കതിനെ അത്രയ്ക്കും മനോഹരമായിട്ട് കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ വെറുതെ ഒരു ഇലച്ചെടി നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാവും. അപ്പൊ ഇവിടെ വരുമ്പോ ഏറ്റവും പ്രത്യേകത തോന്നിച്ചത് ഇപ്പൊ ഇതാണ്. വളരെ ഭംഗിയായിട്ടുണ്ട് സംഗതി. വെള്ളം ഒരു പ്രത്യേക ഒരു കാഴ്ചയാണ്. 2 സൈഡിലും നല്ല ചെടിത്തോട്ടങ്ങൾ. ഇത് വീണ്ടും അവിടേക്ക് എത്തിയേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവര് കാണുമ്പോ എന്തൊരു പ്രത്യേകത ഉണ്ട്. നമ്മളിപ്പോ ഈ കാണാൻ പോകുന്നത് അവിടെ ഒരു ബുദ്ധൻ പ്രതിമ ഇരിക്കുന്നുണ്ട്. ബുദ്ധൻ, ശ്രീ ബുദ്ധൻ സ്ഥാപകനാണ്. അതുപോലെ തന്നെ എല്ലാ ആഗ്രഹങ്ങളുടെയും എല്ലാ ദുഃഖങ്ങളുടെയും കാരണം നമ്മുടെ ആഗ്രഹങ്ങളാണെന്നാണ് പറയുന്നത്. ആഗ്രഹങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ രാജാവായിരുന്നു. അതുപോലെ തന്നെ വലിയൊരു മതം സ്ഥാപിച്ചു. രാജാ പദവിയിൽ നിന്നും മാറി ബുദ്ധനെ ഇതുപോലെ തന്നെ ഒരു ബോധി വൃക്ഷത്തിന്റെ അടിയിലിരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് ആ ഒരു ജ്ഞാനം കിട്ടിയതെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നമ്മൾ ഈ കാണുന്നത് ഒരു വലിയൊരു മരമാണ്. മരത്തിന്റെ അടിയിൽ ബുദ്ധൻ ഇരിക്കുന്നുണ്ട്. അത് ഇതുപോലെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ, നമ്മളെ പോലുള്ള സഞ്ചാരികളെ ആകർഷിക്കാനും അവർക്കത് മനസ്സിലാക്കി കൊടുക്കുവാനും വേണ്ടി ചെയ്തിരിക്കുന്നത് നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിച്ചു. ഇവിടെ ഒരു വലിയൊരു മരം നിൽക്കുന്നുണ്ട്. ആർക്കേറിയ എന്നാണ് ആ മരത്തിന്റെ പേര്. ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ കുന്തിരിക്കത്തിന്റെ മരം എന്നൊന്ന് പറയണ്ടായിരുന്നു. പിന്നീടാണ് മനസ്സിലാവുന്നത് അതുകൊണ്ടല്ല കുന്തിരിക്കം ഉണ്ടാക്കണം. ഇത് വളരെ വിലപിടിപ്പുള്ള ഒരു മരമാണ്. ഇപ്പൊ വളരെ ആളുകൾ വെക്കലൊക്കെ കുറഞ്ഞു. ബുഷുകളൊക്കെ വളരെ മനോഹരമായിട്ട് വെട്ടി നിർത്തിയിട്ടുണ്ട്. ശരിക്ക് ഫൗണ്ടനാണ്. പണ്ടൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടിരുന്നതാണ്. എന്തോ അതെങ്ങനെ ഒരു എന്നാലും വളരെ ഭംഗിയായിട്ട് കാണാനുണ്ട്. അവിടെ നോക്കുമ്പോൾ നമ്മുടെ ഡാമിന്റെ ഏറ്റവും നല്ല സൈറ്റ് തോന്നിക്കുന്ന ഒരു സ്ഥലമാണിത്. വെള്ളമൊക്കെ വന്നതിന് ശേഷം കുറച്ച് കുറവാണ്. എങ്കിലും ഇവിടുന്ന് വരുന്ന വെള്ളങ്ങളൊക്കെ ഇതിലെ പോകുന്നുണ്ട്. നമ്മളിങ്ങനെ കുറച്ചൊരു ചെടികളൊക്കെ ആയിട്ടാണ് കാണുന്നത്. ഇനി എന്തായാലും നമ്മള് ഷട്ടറൊക്കെ തുറന്നതിന് ശേഷം ഒരിക്കൽ കൂടി ഇവിടെ ഈ കൊട സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇരിക്കാനുള്ളൊരു പ്രത്യേകതയാണ്. നന്നായിട്ട് തോന്നിച്ചു.
വളരെ മനോഹരമായിട്ടുള്ള പൂമ്പാറ്റകള് കണ്ടില്ലേ നിങ്ങള്? എത്ര തരത്തിലുള്ള ശലഭങ്ങളാണ് നോക്കുക. ഒരു പ്രത്യേക തരം ചെടി ഉണ്ട്, അതിന്റെ പേര് എനിക്കറിയില്ല. അതിന്റെ പൂവിനെ ഇവരെ ആകർഷിക്കാനുള്ള ഭയങ്കര കഴിവുണ്ടെന്നാണ് പറയണത്. ഞാൻ ഇവിടെ വന്നപ്പോ ഒരു 100 അല്ലെങ്കിൽ അതിന്റെ മുകളില് പൂമ്പാറ്റകൾ ഉണ്ടായിരുന്നു ഇവിടെ. അത് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോ ഒരു പറന്നുപോയി. അതിനെ ആകർഷിക്കുന്നു, അവര് ഇവിടെ കൂട്ടം കൂടിയിരിക്കുന്നു. ഞാൻ ഇങ്ങനെ ഒരെണ്ണം ആദ്യമായിട്ടാണ് കാണുന്നത്.